നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാർബ് കൗണ്ടിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രത്യേകത അറിയാം. അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടുന്ന ഭക്ഷണ പദാർത്ഥമാണ് കാർബ്. പ്രോട്ടീനും ഫാറ്റിനും വലിയൊരു ഇൻഫ്ലുവൻസ് അത് മിതമായി കഴിക്കുന്നിടത്തോളം നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ല. അപ്പോൾ കാർബ് മാത്രമാണ് നമ്മളുടെ ഷുഗർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂട്ടുന്ന സാധനം. അപ്പോൾ അത് ഏതൊക്കെ കഴിക്കാം എന്നതോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര കഴിക്കാം എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ കാർബ് കൗണ്ടിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒരു സെർവിങ് എന്ന് പറയുകയാണെങ്കിൽ 15 ഗ്രാം കാർബാണ്. അപ്പോൾ പ്രായപൂർത്തിയായ ഒരാൾ നമ്മൾക്ക് ഒരു നേരം 45 മുതൽ 60 ഗ്രാം കാർബ് വരെ കഴിക്കാം. സ്നാക്സ് ആയിട്ട് 15 മുതൽ 30 ഗ്രാം കാർബ് വരെ കഴിക്കാം. എത്ര കുറവ് കഴിക്കുന്നോ അത്രയും നല്ലത്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും രാത്രിയും 45 മുതൽ 60 ഗ്രാം കാർബും, സ്നാക്സ് ആയിട്ട് 11 മണിക്ക് 15 ഗ്രാമും, വൈകുന്നേരം 4 മണിക്ക് 15 ഗ്രാമും. അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് നമ്മൾക്ക് ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഒന്നും കാണത്തില്ല. നമ്മൾക്ക് മരുന്ന് വെച്ച് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബ്ലഡ് ഷുഗർ സ്പൈക്സ്. അപ്പോൾ ഇത് എന്തോരം ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഈ കാർബ് കൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നമ്മുടെ അടുക്കളയിൽ വേണ്ട 2 സാധനങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ ഫുഡ് വെയ്റ്റ് ആണ്. അത് ഈസി ആയിട്ട് എല്ലായിടത്തും കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്കുള്ളതാണ് മെഷറിംഗ് കപ്സ്. ഇത് നമ്മളുടെ കേക്ക് ഉണ്ടാക്കുന്നവരുടെയൊക്കെ വീട്ടിൽ നിർബന്ധമായിട്ടും ഇത് എല്ലാവർക്കും കാണും. ഇത് വലിയ വിലയൊന്നുമില്ല, എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇത് 1/2 കപ്പ് 1 കപ്പ് ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് കൃത്യമായിട്ട് നമുക്കിതിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ ഭക്ഷണത്തിലും എത്ര ഗ്രാം കാർബ് ഉണ്ടെന്ന് പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പല പല അളവായിരിക്കും ഓരോ ഭക്ഷണവും. 15 ഗ്രാം കാർബ് ഉള്ളത്. അപ്പോൾ എത്രത്തോളം ഭക്ഷണത്തിൽ എത്രത്തോളം കാർബ് ഉണ്ടെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചോറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതാണ് 1/2 കപ്പ് എന്ന് പറയുന്നത്. അത് മെഷറിംഗ് കപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 1/2 കപ്പ് ചോറാണ്. ഇതിനകത്ത് 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതായത് ഇത്രത്തോളം ചോറിൽ 15 ഗ്രാം കാർബുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു നേരം 45 മുതൽ 60 ഗ്രാം കാർബ് വരെ കഴിക്കാമെന്ന്. അതായത് 1/2 കപ്പ് മുതൽ 2 കപ്പ് വരെ നമ്മൾക്ക് ഒരു നേരം കഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇനി ചപ്പാത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് എത്ര ഗ്രാം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 30 ഗ്രാം ചപ്പാത്തി ഉണ്ട്. 20 ഗ്രാം ചപ്പാത്തിയിൽ 15 ഗ്രാം കാർബാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് 20 ഗ്രാം കാർബാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ മാക്സിമം ഒരു 3 ചപ്പാത്തി വരെ നമ്മൾക്ക് കഴിക്കാം. ഇത് 4.5 ഇഞ്ച് വിട്ടുള്ള ബ്രെഡാണ്. ഇതിൽ 15 ഗ്രാം കാർബുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 മുതൽ 4 ബ്രെഡ് വരെ മാക്സിമമാണ് ഞാൻ പറയുന്നത്. അത്രയുമേ ഒരു നേരം കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ബ്രെഡ് കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാർബ് കണ്ടൻറ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്രെഡിൽ മൈദയും പഞ്ചസാര എണ്ണയൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ ബ്രെഡ് കഴിക്കണമെന്നുള്ളവർ വീറ്റ് ബ്രെഡോ മിക്സഡ് ഗ്രെയിനിൻ്റെ ബ്രെഡോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള ധാന്യങ്ങൾ പറയാനാണെങ്കിൽ 20 ഗ്രാം നൂഡിൽസ്, 20 ഗ്രാം ഓട്സ്, 20 ഗ്രാം റവ, ഇതിനകത്തെല്ലാം 15 ഗ്രാം കാർബാണുള്ളത്. അപ്പോൾ സെർവിങ് സൈസ് അതിനനുസരിച്ച് എടുക്കണം. കോൺഫ്ലേക്സ് 20 ഗ്രാം കോൺഫ്ലേക്സിൽ 15 ഗ്രാം കാർബുണ്ട്. പക്ഷേ കോൺഫ്ലേക്സിൻ്റെ ഗ്ലൈസമിക് സൂചിക വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോൺഫ്ലേക്സ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സിറിയലായിട്ട് പ്രമേഹ രോഗികൾ ഉപയോഗിക്കാൻ പാടില്ല. ജസ്റ്റ് കംപ്ലീഷൻ സേക്കിന് പറയുന്നേ ഉള്ളൂ. 20 ഗ്രാം കോൺഫ്ലേക്സിൽ 15 ഗ്രാം കാർബുണ്ട്. അതുപോലെ നമ്മളുടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് 3 എണ്ണത്തിൽ 15 ഗ്രാം കാർബുണ്ട്. ഇനി പയറുവർഗ്ഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ 25 ഗ്രാം അൺകുക്ക്ഡ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങളിൽ 15 ഗ്രാം കാർബും 6 ഗ്രാം പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ 25 ഗ്രാം ഗ്രീൻ പീസ് എന്ന് പറയുമ്പം ഇത്രയേ ഉള്ളൂ. 25 ഗ്രാം കടല എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. 25 ഗ്രാം പരിപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. 25 ഗ്രാം ചെറുപയർ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കഴിച്ചാൽ തന്നെ നമുക്ക് 15 ഗ്രാം കാർബും 6 ഗ്രാം പ്രോട്ടീനും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മേജർ മീൽസ് എടുക്കുമ്പോൾ 45 മുതൽ 60 ഗ്രാം കാർബ്, ഇടയ്ക്ക് സ്നാക്സ് എടുക്കുവാണെങ്കിൽ 15 ഗ്രാം കാർബിൽ കൂടരുത്. ഇനി ലോ കാർബ് ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ 60 ഗ്രാമിൽ താഴെയുള്ള കാർബേ ദിവസം മൊത്തം എടുക്കുള്ളൂ. അതായത് 20 മുതൽ 60 വരെയാണ് നമ്മൾ ലോ കാർബ് ഡയറ്റൊക്കെ എടുക്കുന്നവർ കഴിക്കുന്ന എമൗണ്ട് ഓഫ് കാർബ്. പക്ഷേ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ഊർജ്ജം പ്രദാനം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. 1 ഗ്രാം കാർബിൽ 4 കിലോ കലോറിയോളം എനർജി ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഈ കാർബ് കൗണ്ടിങ്
അല്ലെങ്കിൽ പമ്പ് ഉപയോഗിക്കുന്നവർക്കും ഈ കാർബ് കൗണ്ടിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു നേരം എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു എന്നതിനനുസരിച്ച് നമ്മൾക്ക് ഇൻസുലിൻ ടൈലർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു ഷുഗർ കൺട്രോൾ കിട്ടും. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇൻസുലിൻ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ ആണ്. അതായത് ഒരു യൂണിറ്റ് ഇൻസുലിന് എത്ര ഗ്രാം കാർബോഹൈഡ്രേറ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു അളവാണ് ഇൻസുലിൻ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ. അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ 10 യൂണിറ്റ് എടുക്കുന്നു, ഉച്ചയ്ക്ക് 10 യൂണിറ്റ് എടുക്കുന്നു, രാത്രി 10 യൂണിറ്റ് എടുക്കുന്നു, പിന്നെ 10 മണിക്ക് വേറെ ഒരു 20 യൂണിറ്റ് എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 50 യൂണിറ്റ് എടുക്കുന്നു. അപ്പോൾ 450നെ 50 വെച്ച് ഹരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് 9 എന്നുള്ളൊരു സംഖ്യ കിട്ടും. അതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ഇൻസുലിന് 9 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഇത് മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണ് ഇത് വെച്ച് കാർബ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ 30, 70, 50, 50 ഈ ഇൻസുലിനൊക്കെ എടുക്കുന്നവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നവർക്ക് അവരവർ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവനുസരിച്ച് നമ്മളുടെ ഇൻസുലിൻ ഡോസ് വ്യത്യാസപ്പെടുത്തി എടുക്കാൻ പറ്റും. അതായത് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂട്ടിയെടുക്കാനും, കുറവ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചെടുക്കാനും കാർബ് കൗണ്ടിങ് അറിയുന്നവർക്ക് സാധിക്കും. അങ്ങനെയുള്ളവരുടെ HbA1cയും ടൈം ഇൻ റേഞ്ചും എല്ലാം വളരെ നല്ലതാണെന്ന് പല പഠനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എത്ര കഴിക്കുന്നു. അപ്പോൾ ഗ്ലൈസെമിക് സൂചിക കൂടുതലുള്ള ഫുഡാണെങ്കിൽ പോലും അത് വളരെ ലിമിറ്റഡായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കാര്യമായ ഇമ്പാക്റ്റ് ബ്ലഡ് ഷുഗറിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അളവാണ് ഏറ്റവും പ്രധാനം നമ്മളുടെ ബ്ലഡ് ഷുഗർ കൺട്രോളിന്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഓരോ ഫുഡിലും കാർബ് കണ്ടൻറ്റ് എത്രയുണ്ടെന്ന് മനസ്സിലായി കാണും. അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക, ഭക്ഷണം മിതമാക്കുക.